നമസ്കാരം. ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജീവിതത്തിൽ തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? തുടർച്ചയായി പരാജയപ്പെടുന്നതിനെ ഓർത്ത് വിഷമിച്ച് ജീവിതം തള്ളി നീക്കാറുണ്ടോ? എങ്കിൽ പരാജയത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് ആരംഭിക്കാം. ജീവിതത്തിൽ തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. തുടർച്ചയായി പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുകയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ആ ഒരു താല്പര്യം കുറഞ്ഞു പോവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നാം വീഴാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് നമ്മളെ പരാജയത്തെ നേരിടാൻ തക്ക ഒരു മനസ്സ് രൂപപ്പെടുത്താൻ സഹായിക്കും എന്ന് ഞാൻ കരുതുകയാണ്. പരാജയങ്ങളെ നേരിടുന്നതിന് നമുക്ക് വേണ്ടത് ഒരു പ്രത്യേക തരത്തിലുള്ള മൈൻഡ് സെറ്റാണ്. അത് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു മൈൻഡ് സെറ്റാണത്. തുടർച്ചയായ പരിശ്രമത്തിലൂടെയും നമ്മുടെ നിരന്തരമായ കഠിനാധ്വാനത്തിലൂടെയും ആ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ ആ പരാജയങ്ങളെ നേരിടാനായിട്ട് നമ്മൾ പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം വരുത്താതെ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട് താനും. നമുക്ക് ആദ്യമായിട്ട് ഈ പരാജയത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എങ്ങനെയാണ് നമുക്ക് ഈ പരാജയത്തെ നേരിടാനായിട്ട് സാധിക്കുക? ഒന്നാമതായിട്ട് പരാജയത്തെ വളർച്ചയുടെ പടികളായിട്ട് കാണുക. ഓരോ പരാജയവും നമ്മളെ വിജയത്തിലേക്ക് ചവിട്ടി കയറാനുള്ള ഒരു പടിയാണ്. ഓരോ പരാജയവും നമ്മളെ കുറേ അധികം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് ആവശ്യമാണ്. നമുക്കൊരു ഉദാഹരണം എടുക്കാം. എഡിസൺ അദ്ദേഹം ലൈറ്റ് ബൾബ് കണ്ടുപിടിക്കുന്നതിൻ്റെ പരീക്ഷണത്തിൽ 1000 തവണ പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുക. തുടർച്ചയായ പരാജയങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഒരിക്കൽ എഡിസനോട് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയാണ്: 1000 തവണ ഞാൻ പരാജയപ്പെട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, 1000 രീതിയിൽ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ള സത്യമാണ്. ഇത് വലിയൊരു മൈൻഡ് സെറ്റാണ്. ഇപ്രകാരം ഒരു മൈൻഡ് സെറ്റുള്ള ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനും തുടർച്ചയായി തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതുവരെ പരിശ്രമിക്കാനുമുള്ള ഒരു മനക്കരുത്തും ചങ്കൂറ്റവും അവിടെ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജെ.കെ. റോളിംഗ്. ഹാരി പോട്ടർ എഴുതിയ എഴുത്തുകാരിയാണ് ജെ.കെ. റോളിംഗ്. 12 പ്രസാധകരെ അവർ ആദ്യം സമീപിച്ചു ഹാരി പോട്ടർ പ്രസിദ്ധീകരിക്കുന്നതിനായിട്ട്. പക്ഷേ 12 തവണയും പരാജയപ്പെട്ടപ്പോൾ അടുത്ത തവണ അവർ വിജയത്തിലെത്തി. ഇന്ന് ഹാരി പോട്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ എഴുത്തുകാരിയായ ജെ.കെ. റോളിംഗ് ലോകത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരിയും വളരെ പ്രസിദ്ധയായ ഒരു ഫിലാന്ത്രപ്പിസ്റ്റുമാണ്. പരാജയത്തെ നേരിടുന്നതിനുള്ള രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അനുദിനം നമ്മുടെ മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മുടെ ഈ മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് പറ്റുന്നത്? നമ്മുടെ മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മുടെ അറിവ് വർദ്ധിക്കണം. അറിവ് വർദ്ധിക്കുന്നതിന് നമ്മൾ നല്ല വായന നടത്തണം. അതുപോലെ നല്ല വിവരമുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തണം. പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിക്കണം. അതുപോലെ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ, എക്സസൈസസ്, ഇങ്ങനെയുള്ള നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും രൂപപ്പെടുത്തുന്ന തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്ത് മനസ്സിൻ്റെ ശക്തി എല്ലാ ദിവസവും അത് വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതും നമ്മുടെ വിജയത്തിന് വളരെ അനിവാര്യമായ ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പരാജയത്തെ നേരിടുന്നതിനായിട്ടുള്ള മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചെറിയ ലക്ഷ്യങ്ങൾ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് പലപ്പോഴും വലിയ ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ ആ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത് ചെറിയ പടികൾ കടന്നാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഈ ലോകത്തിൽ വളരെ പ്രസിദ്ധരായ ആളുകളൊക്കെ അപ്രകാരം എത്തുന്നതിൻ്റെ പിറകിൽ വളരെ ചെറിയ സ്റ്റെപ്പുകളാണ് അവർ വെച്ചിരിക്കുന്നത്. ഇപ്പം നമുക്കൊരു ഉദാഹരണമായിട്ട് എടുത്താൽ, ഞാനൊരു ബുക്ക് എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ബുക്കിൻ്റെ പൂർണ്ണമായ രൂപം എന്ന് പറയുന്നൊരു വലിയ ലക്ഷ്യമാണ്. പക്ഷേ ആ വലിയ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിനായിട്ട് നമുക്ക് ചെറിയ സ്റ്റെപ്പുകൾ എടുത്തേ മതിയാവുള്ളൂ. ഒരു പക്ഷേ ആ ബുക്കിനെ ഞാൻ പലതായി വിഭജിച്ച് അതിൻ്റെ ചാപ്റ്ററുകളായി തിരിച്ച് ആ ചാപ്റ്ററുകളിൽ തന്നെ ചില പേജുകളായിട്ടും അല്ലെങ്കിൽ ചില 100 വാക്കുകളോ അല്ലെങ്കിൽ 200 വാക്കുകൾ അങ്ങനെ ചെറിയ രീതിയിൽ അതിനെ വിഭജിച്ച് ലക്ഷ്യങ്ങളെ എനിക്ക് പ്രാപ്തമാകുന്ന രീതിയിലേക്ക് പരുവപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് വലിയ ലക്ഷ്യങ്ങളെ നമ്മൾ ചെറുതായി കാണാനായിട്ട്, ചെറിയ ലക്ഷ്യങ്ങളായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. നമ്മളൊരു വലിയ ഭിത്തി പണിയാനായിട്ട് പോകുമ്പം നമ്മൾ ആ വലിയ ഭിത്തി എന്നുള്ളത് വലിയ ലക്ഷ്യമാണ്. പക്ഷേ നമ്മൾ എടുത്തു വയ്ക്കാൻ പോകുന്ന ഓരോ കട്ടയും തേക്കാൻ പോകുന്ന ഓരോ സിമൻറ്റും അത് ആ ഒരു വലിയ ഭിത്തിയുടെ നിർമ്മാണത്തിലേക്കുള്ള ചെറിയ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ചെറിയ ലക്ഷ്യങ്ങളെ നമ്മൾ കീഴടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. നാലാമതായിട്ട് നമ്മുടെ പരാജയങ്ങളെ നേരിടാനായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പഴയ തന്ത്രങ്ങളെപ്പറ്റി മനസ്സിലാക്കുക, അതിനെ പുനഃപരിശോധിക്കുക എന്നുള്ളതാണ്. നമുക്ക്
ഓരോ ലക്ഷ്യം നേടുന്നതിൻ്റെയും പിറകിൽ നമുക്കൊരു തന്ത്രമുണ്ട്, ഒരു സ്ട്രാറ്റജി നമ്മൾ ഉണ്ടാക്കാറുണ്ട്. എങ്ങനെയാണ് എനിക്ക് ആ ലക്ഷ്യത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുക എന്നുള്ളത്. ചിലപ്പോഴൊക്കെ ആ തന്ത്രങ്ങൾ ഒരുപക്ഷെ കാലഹരണപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ സ്ട്രാറ്റജിയെ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ ഒരു പുനർവിചിന്തനം നടത്തേണ്ടതായിട്ട് വരാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആ വിജയത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുക. പഴയ തന്ത്രങ്ങൾ പുനഃപരിശോധിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും നമ്മുടെ വിജയത്തിലേക്ക് എത്താനായിട്ട്. രാജേഷ് എന്ന് പറയുന്ന വ്യക്തി പലതവണ IELTS എക്സാമിന് പരാജയപ്പെടുകയാണ്. എങ്ങനെയെങ്കിലും വിദേശത്ത് പോകണമെന്നുള്ള ആഗ്രഹത്തിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു, പലതവണ എഴുതുന്നു, പരാജയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ആളുകളും ആ പരിശ്രമങ്ങളൊക്കെ അവസാനിപ്പിച്ച് അവർ നാട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടിയപ്പം രാജേഷ് ആ പരീക്ഷ പാസ്സാവാനായിട്ടുള്ള പരിശീലനം അവസാനിപ്പിക്കാതെ തുടർച്ചയായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാനിപ്പോൾ കൊണ്ടുപോകുന്ന സ്ട്രാറ്റജി വെച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അദ്ദേഹം ആ കോഴ്സിനെ കുറിച്ചുള്ള സ്ട്രാറ്റജി മുഴുവനായിട്ട് മാറ്റിപ്പിടിക്കുകയാണ്. പുതിയ കോഴ്സ് മെറ്റീരിയൽസ് കൊണ്ടുവരുന്നു, കൂടുതലായിട്ടുള്ള ഇംഗ്ലീഷ് സിനിമകൾ കാണാനായിട്ട് തുടങ്ങി, കുറേ ആളുകളായിട്ട് സംസാരിക്കാൻ തുടങ്ങി, ഇംഗ്ലീഷിലുള്ള കണ്ടൻറ്റ് തുടർച്ചയായിട്ട് കേൾക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ സ്ട്രാറ്റജി മുഴുവൻ മാറ്റി വിജയത്തിലേക്ക് നടന്നു നീങ്ങിയ ഒരു രാജേഷിൻ്റെ കഥ എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ ചില സ്ട്രാറ്റജി നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. ആ സ്ട്രാറ്റജി മാറ്റുന്നത് നമ്മുടെ തന്ത്രത്തിൻ്റെ ഭാഗമാണ്, വിജയിക്കാനുള്ള നമ്മുടെ ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതുണ്ട്. തുടർച്ചയായി പരാജയപ്പെടുന്ന ഒരു വ്യക്തി മറന്നു പോകാനായിട്ട് സാധ്യതയുള്ള അഞ്ചാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, സ്വയം പരിചരണം, സെൽഫ് കെയർ. സെൽഫ് കെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡ്യൂറിങ് ദിസ് പ്രോസസ്സ്. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് നമ്മൾ നടത്തുന്ന പരിശ്രമത്തിൻ്റെ ഇടയിൽ നമ്മളെ തന്നെ പരിചരിക്കാനും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനും നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം കുറഞ്ഞ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഉറക്കം, നമ്മുടെ എക്സസൈസസ്, നമ്മുടെ വിനോദങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ മനസ്സ് തളരുകയും അത് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് തടസ്സമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സും ശരീരവും ഒന്നു ചേർന്ന് അതിനെ ആരോഗ്യമുള്ളതാക്കി നിർത്തുവാനായിട്ടുള്ള സെൽഫ് കെയർ നമ്മൾ ജീവിതത്തിൽ നടത്തേണ്ടത് വളരെ അനിവാര്യമാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇനി ആറാമതായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഈ യാത്രയ്ക്കിടയിൽ നമുക്ക് ചില സഹായങ്ങൾ ലഭിക്കുന്നത് നല്ലതാണ്. നമുക്ക് ചില പിന്തുണകൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ നമ്മുടെ വീട്ടുകാരായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഉറ്റ സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഫഷണലായിട്ടുള്ള ആളുകളെ നമുക്ക് നമ്മുടെ സഹായത്തിനായിട്ട് ഉപയോഗിക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നത് അതാണ്. ഞാൻ ലൈഫ് കോച്ചായിട്ട് ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ വിജയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുന്ന ആൾക്ക് ഒരു സഹായമായി അവർക്ക് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ അവരോട് സംസാരിക്കാനായിട്ട്, അവരുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ലൈഫ് കോച്ച് ഉത്തരവാദിത്വം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു സപ്പോർട്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് നമ്മുടെ വിജയത്തിലേക്ക് നടന്നെടുക്കുന്നതിനായിട്ട് നമ്മളെ ഒത്തിരി സഹായിക്കും എന്നുള്ള കാര്യം ഓർക്കാം. ഇനി അവസാനമായിട്ട് നമ്മൾ ഈ യാത്രയെക്കുറിച്ച്, ഈ വിജയത്തിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ഈ പരാജയങ്ങളെ, തുടർച്ചയായ പരാജയങ്ങളെ എങ്ങനെ നേരിടുമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പരിശ്രമം നമ്മൾ അവസാനിപ്പിക്കരുത് എന്നുള്ളതാണ്. നമുക്ക് ഉള്ള ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ലക്ഷ്യത്തെ കൃത്യമായി നിർവചിച്ച് അതിൻ്റെ പരിശീലനത്തിൽ മുഴുകി അതിനുവേണ്ട പരിശ്രമങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നാൽ ഒടുവിൽ നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ യാത്രയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ സ്വരമാണ്. നമ്മുടെ യാത്രയ്ക്കിടയിൽ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, നിങ്ങൾ ചെയ്യുന്ന വഴി, നിങ്ങൾ പോകുന്ന വഴി കൃത്യമാണ്, ഈ യാത്ര തുടരണം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ പറയും, നിങ്ങൾ ചില കാര്യങ്ങൾ മാറ്റം വരുത്താനായിട്ടുണ്ട്, ചിലത് ചേഞ്ച് ചെയ്തേ മതിയാവൂ എന്ന് നമ്മുടെ മനസ്സ് പറയുന്നത് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ അപ്ഗ്രേഡ് ചെയ്യുന്നതും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പെട്ടെന്നെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. ഏതാണ്ട് 7 കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചത്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആരെങ്കിലും ഒരാൾ ഇതിനെക്കുറിച്ച് ഒരിക്കൽ സംസാരിക്കുന്നത് നമ്മളൊന്ന് കേൾക്കാനിട വന്നാൽ ഒരുപക്ഷെ അതൊരു സ്പാർക്കായി മാറുകയും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കത്തിന് കാരണമായിട്ട് മാറുകയും ചെയ്യുമല്ലോ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് ആ ഒരു തുടക്കം എനിക്ക് ലഭിച്ചത്. അപ്പം എനിക്ക് ലഭിച്ചതിൻ്റെ ആ സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്രകാരമുള്ള വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. കമൻസിൽ വളരെ പ്രത്യേകമായി നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പരാജയത്തെ നിങ്ങൾ നേരിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് വിജയിക്കാനുള്ള ശ്രമത്തിലാണ് നിങ്ങളുള്ളത്, ഇങ്ങനെയുള്ള നിങ്ങളുടെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് അറിയിക്കുമല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളെ സമീപിക്കുന്നതാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് നന്ദി. താങ്ക് യു.